8 അസുഖങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള ഒരു അസുഖം. ഈ ഒരു അസുഖമാണെങ്കിലോ മാതാപിതാക്കളുടെ അശ്രദ്ധയാണ് ഇത് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് ഏതൊക്കെയാണ് അസുഖങ്ങൾ എന്നറിയോ? ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ചെവി വേദന. കുട്ടികൾക്ക് ഇടക്കിടക്ക് ചെവി വേദന, ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, അതേപോലെ ചെവിയിൽ നിന്ന് നീര് വരിക, സ്ഥിരമായി കുട്ടിക്ക് നന്നായിട്ട് വായനാഴ്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൊടുമ്പോഴൊക്കെ നല്ല ശക്തമായ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെയൊക്കെ കുറെ സൈനസുകളുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കഫം കെട്ടി നിന്നിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് കുട്ടിക്ക് സ്ഥിരമായി വലിയ ബുദ്ധിമുട്ടുകൾ, തലവേദനയും അനുബന്ധ ബുദ്ധിമുട്ടുകളൊക്കെ വരാറ്. അഞ്ചാമത്തെ കാര്യമാണ് പോസ്റ്റ് നേസൽ ഡ്രിപ്പ്. നമ്മുടെ മൂക്കിന്റെ ഒക്കെ പുറകിൽ കൂടെ കഫം ഇറങ്ങി വന്നിട്ട് കുട്ടിക്ക് എന്നും ചുമയും ബുദ്ധിമുട്ടുകളും ശ്വാസമുട്ടലും ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് രാത്രിയിൽ കൂർക്കം വലിയാണ്. കുട്ടി ഉറങ്ങുമ്പോൾ നന്നായിട്ട് കൂർക്കം വലിക്കുക, അതേപോലെ തന്നെ കുട്ടി ഉറങ്ങുമ്പോൾ നന്നായിട്ട് വായ തുറന്ന് പിടിച്ചിട്ടാണോ ഉറങ്ങുന്നതെന്ന് ശ്രദ്ധിക്കുക. പിന്നെ എട്ടാമത്തത് സ്ഥിരമായി കുട്ടിക്ക് മൂക്കടപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മൂക്കടപ്പ് എന്ന് വെച്ചാൽ കുട്ടി സംസാരിക്കുമ്പോഴൊക്കെ ഒരു നേസൽ ടോൺ ആയിരിക്കും, വായിക്കൂടെ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല, മൂക്കടഞ്ഞ പോലെ സംസാരിക്കുന്നതുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ അസുഖങ്ങൾക്കെല്ലാം കൂടി ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാരണക്കാരനായ അസുഖമാണ് അഡിനോയിഡ് സ്വെല്ലിംഗ്. കുട്ടികൾക്ക് ഉണ്ടാവുന്ന അഡിനോയിഡ് സ്വെല്ലിംഗ്. ഈ അഡിനോയിഡ് സ്വെല്ലിംഗ് ഉണ്ടാവുന്നത് തന്നെ റിക്കറന്റ് ഇൻഫെക്ഷൻസ് കൊണ്ടാണ്. 80% ഓഫ് ദ അഡിനോയിഡ് സ്വെല്ലിംഗ് ഉണ്ടാവുന്നത് അടിക്കടി ഉണ്ടാവുന്ന പനിയും കഫക്കെട്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉള്ള കുട്ടികൾക്കാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത്.